കയറി വരാം. വിവാഹ ശുശ്രൂഷയ്ക്ക് സർക്കാരിൻ്റെ നിയന്ത്രണങ്ങളുള്ളത് നമുക്കറിയാമല്ലോ. 20 പേരാണ് വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അനുവാദം. ദേവാലയത്തിൻ്റെ വിശിഷ്ട ചടങ്ങുകളിൽ 40 പേർക്ക് പങ്കെടുക്കാം. ഈ 2 സംഖ്യയിൽ കൂടുതൽ ആളുകൾ ദേവാലയത്തിനുള്ളിൽ ഉണ്ടാകാൻ പാടില്ല. അത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. നമ്മൾക്ക് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി സർക്കാർ തരുന്ന ഉപദേശത്തെ കൈക്കൊള്ളുവാൻ നമ്മൾ നിർബന്ധിതമാണല്ലോ. 2, ഇരിക്കുന്നവർ ബെഞ്ചിൽ അകലം പാലിച്ചിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാസ്ക് ധരിക്കേണ്ട ആവശ്യകത ഓർമ്മിപ്പിക്കട്ടെ, അത് ശ്രദ്ധാപൂർവം ചെയ്യുക. വിശുദ്ധ വിവാഹ ശുശ്രൂഷയെ പ്രാർത്ഥനാപൂർവം സംബന്ധിപ്പാൻ നമുക്ക് ഇടയാകണം. ഇപ്പോൾ വധൂവരന്മാർ വിവാഹ സമ്മത രജിസ്റ്ററിൽ ഒപ്പുവെക്കും. ഗായക സംഘം ആ സമയത്ത് ഒരു ഗാനം പാടുകയും ചെയ്യും. ശാന്തമായിട്ട് ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കാം. മനോവേദനയാൽ നിറഞ്ഞ
വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനാണ് അടുത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയെ സംബന്ധിപ്പാൻ നമുക്കെല്ലാവർക്കും ഇടയാകണം. അലക്ഷ്യമായി നിൽക്കുകയോ പുറത്ത് കയറിയിറങ്ങുകയോ ചെയ്യാതെ പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയെ സംബന്ധിക്കണം. ദയവായി സ്ത്രീകളുടെ ഭാഗത്ത് കൂട്ടം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒന്നുകിൽ പുറയിലത്തെ ബെഞ്ചിലേക്ക് മാറുക, ഇല്ലെങ്കിൽ കൂടുതൽ പേര് ഉണ്ട് എന്ന് തോന്നിയാൽ ദേവാലയത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷയെ സംബന്ധിപ്പാനായിട്ട് ശ്രദ്ധിക്കണമേ എന്നും സ്നേഹത്തോടെ ഓർമ്മിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വിശുദ്ധ വിവാഹ ശുശ്രൂഷയ്ക്ക് മണവാട്ടിയുടെ ദേവാലയത്തിലെ വികാരിയായിട്ട് പ്രവർത്തിക്കുന്ന അലക്സാണ്ടർ തരകനച്ചൻ നേതൃത്വം നൽകുന്നു. പ്രാർത്ഥനാപൂർവ്വം ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഗായക സംഘം പ്രാരംഭക ഇപ്പോൾ പാടുന്നതായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. നാമത്തിൽ വന്നും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട തമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട തമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട തമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളെ അടിയാടുകളിൽ നിന്ന്
അനുഗ്രഹിച്ച രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഭസ്മപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിന്ന് രക്ഷകൊള്ളണമേ. എന്തുടർന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. നിന്നോട് കൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷം ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തിയും ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളന്മാർ പൂർണ്ണപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടിമാർ പരിപൂർണപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധരോടുകൂടിയും മാഞ്ഞുപോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സലരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് കരേറ്റും. വാനോർഭൂവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദം അരുളിയ ദേവാ എന്നേക്കും സ്തോത്രം. കരുണാകരനാം മശിഹായേ തൽ സേവകരായി തിരുമുന്നിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്കാം. രക്ഷകവലങ്കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ പക്ഷമായി നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. ഉദിരത്താൽ സഭ മശിഹായ്ക്കായി വേളിക്കായി തീർന്ന തൻ തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പിതൃപുത്ര വിശുദ്ധാത്മാവാ ത്രിയേകൻ വന്ദ്യൻ വാനോഭൂവാസികൾ വന്നീ ചാഘോഷിക്കുന്നു. കർത്താവേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തി ആ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെ അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് അവർക്ക് പൂർണ്ണ ഐക്യം ഉണ്ടാകുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും വീഴ്ചയും ആനുഭവ മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്റെ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛ വിശാചികളുടെ അടിമയിൽ നിന്ന് അതിനെ വീണ്ടെടുക്കുകയും സകല ഘടകങ്ങളിൽ നിന്നും പാവങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മശിഹാതമ്പുരാന് തന്റെ അടിയാറുടെ മോതിരം വാഴ്വിന്റെ ഈ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ഒന്നിനും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സകല പിതാർവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളോർവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല അരിഷ്ടത്തിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മൂറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തെക്കുവായി പൂർണ്ണതപ്പെടുവാനും
വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ളവർ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീന ദാസരാകുന്ന ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരും ആക്കണമേ. കർത്താവേ, കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാകണമേ. ദൈവമായ കർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാതെ വണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ പ്രാകാരണ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മാലാഹമാരും ഇടപെടാതെ സന്തോഷിക്കുന്ന ഇടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസനയും മതിവരാതെ ഇവർ നിന്ന് നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധവുമായും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. കന്യാവ്രതവും വെടിപ്പുമുള്ള ദേഹികളെ തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളവേ, അന്യോന്യവിവാഹം നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠദർശനയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ഇമ്പമുള്ള പരിമളവും വീശുവാൻ ഇവരെ നീ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യവും അവർക്ക് നീ തമ്മിൽ ഉണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യം നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധനും സ്തുതിയും സ്തോത്രം ഇവർക്ക് ഏറ്റുമാറാകണമേ. മണവാട്ടിയും തോഴ്മക്കാരും ഒഴികെ ജനങ്ങൾക്ക് ശാന്തമായിട്ട് യഥാസ്ഥാനത്തിരിക്കും. തന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് പിതാവിന്റെയും പുത്രന്റെയും ജീവൻ വിശുദ്ധിയുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിയുടെ വലങ്കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെട്ടിട്ട് നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴവും തന്നെ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴവും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരുടെ കൈകളിൽ നിന്നെന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരുടെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തെ നീ സ്വീകരിക്കാം. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരയേറ്റുകയും ചെയ്യണം. തന്റെ മശിഹാ മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യവിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കവും ഒതുക്കവും കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിന്റെയും റെബേക്കായുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ
ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശൂശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസം നൽകുന്ന പരിവാഹതയിൽ കൂടി ഇവരുടെ മനസ്സാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകാൻ ദൈവം അവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകൾ ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും ഭാവികളുമാകും നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷമുള്ള കാലങ്ങളെയും ഇവർക്ക് നീ നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ നീ സ്ഥിരപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിന് ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ലീവായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. മർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോടും ഞാനെന്നുള്ള വാഗ്ദത്തം ജനകൻ പക്കൽ നിന്നീ ഭാഗ്യം ജ്ഞാനസുതൻ എനിക്കായി നൽകി സർവം എനിക്കായി തന്നീടും. ഇതിനാൽ അവനെ വന്ദിക്കുന്നേ വിഗ്രഹഭക്തി ചുറ്റീച്ചെന്നേ കഷ്ടം വഞ്ചകനാം ദുഷ്ടനോ രക്ഷകനാം ഈശോയേ സ്തോത്രം. യോഗ്യത തന്നവനൻ ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്റെ ആയുധമെന്നെ ചാർത്തീത മാംസം രക്തം മോദീരവാ ഇട്ടു തന്നാൽ വീരലിന്മേ മണവാളൻ തൻ സൂര്യനോപ്പം മണവാട്ടി പകലോട് തുല്യം പരിമള വൃക്ഷത്തോടങ്ങി വിരുന്നാ സകലവും തുല്യം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 130 160 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീവാരാവുകൾ നിങ്ങളോടുകൂടെ ഇരുന്ന് തിന്മ വെട്ടവനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിവാഹ നിശ്ചയത്തിൻ്റെ പൂർത്തീകരണമായിട്ടുള്ള മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷയാണ് പൂർത്തീകരിക്കപ്പെട്ടത്. രണ്ടാം ഭാഗം ശുശ്രൂഷ കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷയാണ്. മണവാളൻ്റെയും മണവാട്ടിയുടെയും തലയിൽ ക്രൂശിൻ്റെ ആകൃതിയിലുള്ള കിരീടം ധരിപ്പിക്കുകയാണ്. ക്രൂശ് സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, പങ്കിടലിൻ്റെ പ്രതീകമാണ്. അതിലൂടെ ഈ മണവാളനെയും മണവാട്ടിയെയും വാഴ്ത്തി അനുഗ്രഹിച്ച് അവരെ ഒരു പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരോട് പറയുന്നത് ക്രൂശിലൂടെ കണ്ട സ്നേഹവും ത്യാഗവും പങ്കിടലും അവരുടെ ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കാൻ, ആ വലിയ ത്യാഗത്തിൻ്റെ ഭാഗത്തിൽ, സ്നേഹത്തിൻ്റെ ഭാഗത്തിൽ കുടുംബജീവിതം ആരംഭിക്കുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് രണ്ടാം ഭാഗം ശുശ്രൂഷ കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷ, അതിലൂടെ അവരെ അഭിഷേകം ചെയ്ത് രാജാവും റാണിയുമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അവർ പ്രവേശിക്കുന്ന കുടുംബജീവിതം ആ വിധം അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാരംഭമായി ഗായക സംഘം ഇപ്പോൾ ഒരു ഗാനം പാടുകയും ചെയ്യും.
showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, precious reviving again, over the hills and the valley, sound of abundance of rain. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, send them upon us, O Lord. Grant to us now very refreshing, come and now honor the word. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്ക് രണ്ട് ലോകങ്ങളും ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യ സന്തോഷങ്ങൾക്ക് ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ ബബുക്കോത്സ്വാല ഉൽമിൻ. ആമേൻ. പൂർവപിതാക്കന്മാരെ വാഴ്ത്തിയതായ സർവശക്തനായ ദൈവം ഈ മണവാളനെയും മണവാട്ടിയും വാഴ്ത്തട്ടെ എന്ന് പട്ടക്കാരൻ പ്രാർത്ഥിച്ച് ആശീർവദിക്കുമ്പോൾ മണവാളനും മണവാട്ടിയും തന്നെത്താൻ വണങ്ങി കുരിശു വരയ്ക്കേണ്ടതാകും. വിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. അബ്രാം സാറായെന്നവരെ വാഴ്ത്തിയ സർവേശൻ
ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. യാക്കോബുറാഹേലെന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. മിസ്രയീമിൽ യൗസേപ്പിനെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. അന്യോന്യമൊന്നായി തീർന്നിരിക്കുന്ന ഇതിന്റെ അടിയാരെ നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, അവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നമുക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നതിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ബബുക്കുൽസ്വാൻ ലഹുൽമിൻ. രാജൻ നിൻ ബലത്തിൽ സന്തോഷിക്കും. തവ രക്ഷയിൽ അവനേറ്റം തോന്നിക്കും. നന്മയിനനുഗ്രഹം മുൻപിടുന്നവനേ നീ. ഹല്ലേലൂയ ഹല്ലേലൂയ. മാന്യമമുടിതൻ ശിരസിൽ ചൂട്ടുന്നു ബാരിക്കുമോ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായ യഥാപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂവും തന്റെ മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്ന് തനിക്ക് വന്ദന അണച്ചുകൊണ്ടിരിക്കുന്ന അതിന്തമില്ലാത്ത ഭജനവും ധാരാളമായ തന്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തന്റെ അടുക്കലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്തവനുമായ തന്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തന്റെ അടിയാരുടെ കിരീടം വാഴുവിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. ഹോശോ ബബുക്കുൽസ്വാൻ ലഹുൽമിൻ. നദീൻ പുത്രി നീയേ സുന്ദരി ബഹുസുന്ദരി. ശ്രീമോൻ രാജുന്നു അധരം പൊഴിക്കുന്നു. അംഗികൾ സുഗന്ധി നീസാൻ കുസുമം പോ. സുന്ദരി സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. മഷിഹാരാജൻ തൻ കുരിശാൽ നിന്നെ കാത്തേടുന്നു. ഹാലേലൂയ ഓ ഹാലേലൂയ. ബാരിക്കുമോ
സ്നേഹന്മാരുടെ സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ എല്ലാം വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഹമശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാർ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹായും തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വപ്രദമായ മാലിന്യം കരയ്ക്ക് വെക്കുകയും സമയമൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കമായി തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പോലെ തന്നെ പ്രകാരം തങ്ങളുടെ ശരീരങ്ങൾ ഇതുപോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായവുമാകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹോദരി, നമ്മടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള ഞങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗ്യമുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനിന്റെ ക്ഷേമത സ്നേഹിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വന്നുമുനിക്കുമായിരിക്കുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമസ്കായ തന്നെ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമെന്നും ജഡമെടുത്ത ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം ഞങ്ങൾ വിശുകൊണ്ടാടുന്നു. ഈശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദിയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവൻ അവരെ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്നും അരുളി ചെയ്തു എന്നും ഉള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. മണവാട്ടിയും മണവാളനും തോഴക്കാരും ഒഴികെ ജനങ്ങൾക്ക് വീണ്ടും ഇരിക്കാം. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. വാനിൽ നിന്നോ ഒരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കരുണ ചൂണ്ടിയിടും. ദമ്പതികളെയും മുടിയാ സന്തോഷിപ്പിക്കാം. വാനിൽ നിന്നോ
അനുഗ്രഹം നിറഞ്ഞോരു വലങ്കൈ ഇവ മേലവസിപ്പിച്ച് ദമ്പതികളെയും ശിരസിൻ മുടിയേയും വാഴ്ത്തിയിടണമേ. നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ദമ്പതികളെയും മുടിയാ മണവറയിൽ സന്തോഷിപ്പിക്കാം. രക്ഷകൻ നീതിയിൻ മുടിയേ നിങ്ങൾക്കായി മുടഞ്ഞിടട്ടെ. പിതൃപുത്ര വിശുദ്ധാത്മനു സ്തോത്രം പാടിടുവിൻ. നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി നീ കരേറ്റും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹ സത്യത്തിന്റെ മണവാൺമ കൊണ്ട് നിങ്ങളുടെ മണവാൺമയെ മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കை നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാഖ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽ കർസായുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട്
കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് തന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി, നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും എന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിൽ മേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലത്തു ഭാഗത്തെ കള്ളനെ പോലെ നിങ്ങൾ തീരട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്തവൻ, സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സ്വർഗത്തെയും സർവസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരേറ്റുകയും ചെയ്യണം. ഏതൻ തോട്ടത്തിനുടയോനേ, എന്നെ വേൾക്കുവാൻ വന്നവൻ നീ. ഇളം കാറ്റത്തു കൊണ്ടുപോകാ ഉല്ലാസം എനിക്കവിടെയുണ്ട്. കർത്തനേ എന്നെ വേളിക്ക നീ, നിശ്ചയിച്ച മണവാട്ടിയായി ഞാൻ. വിശുദ്ധനാം സത്യമണവാള, കരുണാശേഖനിൽ ശരണം നീയേ. കുരിശിനാൽ നേടിയ വീണ്ടെടുപ്പും കഷ്ടപ്പാടാ സ്വതന്ത്രതയും എൻ മണവറ ഉന്നതത്തിൽ നിൻവകയായി വിളിച്ചെന്നെ നീ. മണവാളനെയും മണവാട്ടിയെയും ശിരസിൻ മുടിയേയും നീ. വാഴ്ത്തുക ഇവരിൻ ജീവിതകാലം വെളിവിൻ ലോകേ നീ. വാഴ്ത്തിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ. എന്റെ വാത്സല്യമുള്ള സഹോദരി, നാം ഏവരും ദൈവത്തിന്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവ്വപിതാക്കന്മാർ നമ്മെ ഫലമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുമ്പാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരും ആയിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെയും നമ്മുടെ കർത്താവായ യേശു മശീഹയാകുന്ന സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുമ്പാകെയും സ്ലീവായുടെ മുമ്പാകെയും വിശുദ്ധ ഏവെങ്കേലിയന്റെ മുമ്പാകെയും ഈ യോഗത്തിന്റെ മുമ്പാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവന്റെ മുമ്പാകെയല്ല അറിയുന്നവന്റെ മുമ്പാകെയും അത്രേ നിൽക്കുന്നതെന്ന് കരുതിക്കൊള്ളും. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ.
നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞാൻ കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്നാവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം ഏതു വിധത്തിൽ ഇരിപ്പാൻ ന്യായമാകുന്നു എന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങൾ എല്ലാവരോടും കൂടെ ആകുന്നു എന്നറിഞ്ഞുകൊള്ളുകയും. എന്തുകൊണ്ടെന്നാൽ ഇവൾ ഇവരുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യാഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും ഒരു വലിയ പദവിയും അത്രേ. തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പരം ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയകരമാക്കുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രത ഉള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയെ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും വേണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകർ സ്റ്റുവേർഡ്സ് എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായിട്ട് ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള അനുഗ്രഹീത ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ആശീർവാദത്തിനായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങുമെന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിനു മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ വിവാഹ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നു. ഇപ്പോൾ മണവാളനും മണവാട്ടിയും സ്തോത്ര കാഴ്ച അർപ്പിക്കുകയും വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും ചെയ്യും. ഇരുഭാഗത്തു നിന്നും ഓരോ സാക്ഷികൾ മുമ്പോട്ട് രജിസ്റ്ററിൽ ഒപ്പുവെക്കണം. ശുശ്രൂഷയുടെ ആദ്യോടന്തം പ്രാർത്ഥനാപൂർവ്വം സംബന്ധിച്ച എല്ലാവരോടും
മണവാട്ടിയും ചേർന്ന് വീട്ടിൽ കേക്ക് മുറിച്ച് തമ്മിൽ പങ്കിടുന്നത്. ആരംഭിച്ചുവല്ലോ. ദൈവം നമുക്ക് നൽകിയ സുദിനം, ഈ വലിയ സന്തോഷം നമ്മൾ ഒരുമിച്ച് പങ്കിടുമ്പോൾ, ഈ വിരുന്ന് ആസ്വദിക്കുമ്പോൾ, ഈ പ്രിയ കുടുംബത്തിന് വേണ്ടി, പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഈ ഇരു കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനമുള്ള അലക്സാണ്ടർ തരകനത്തെ പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിന്റെ ഉച്ച കഴിയുന്ന സമയത്താണ് നിങ്ങൾക്ക് സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് ഈ വിശുദ്ധ വിവാഹത്തിന്റെ കാർമികരായിരിക്കുന്നതിനും ഭാഗമായിരിക്കുന്നതിനും ഒക്കെ അവർ സാധ്യമാക്കി ഇവയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അലീനയ്ക്ക് വേണ്ടി, റോഷന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നവർക്കാണ്. സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളെ ചാർച്ചക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വയസ്സുവരെ ഇവരെ പഠിപ്പിച്ച് പ്രാപ്തരാക്കി ഭൗതികമായി ആത്മീയമായി അവരെ വളർത്തിയെടുത്തതിനെ തോന്നുന്നു. ദൈവായ ശുശ്രൂഷയിലകത്തിന്റെ കൃപയും സാന്നിധ്യം കൂടെ ഇരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിവാഹത്തിൽ ക്ഷണിക്കപ്പെട്ട എല്ലാവരെയോട് അനുഗ്രഹിച്ചാണ്. റോഷന്റെയും അലീനയുടെയും വിവാഹം കർത്താവെ അവരുടെ കുടുംബജീവിതത്തിൽ ധന്യമായി തീരുന്നതിന്, അനുഗ്രഹകരമായിരിക്കുന്നതിന് അവിടുത്തെ ആലോചനയും കൃപയും എൻ്റെ മക്കളുടെ എപ്പോഴും ഉണ്ടായിരിക്കണം. കർത്താവെ, പ്രാർത്ഥനയോടെ കർത്താവ് ദൈവഭയത്തിൽ, ദൈവാശ്രയത്തിൽ ജീവിക്കാൻ സഹായിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാനുള്ളതായ ദൈവത്തിനവരുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തുകൊണ്ടതിനെ ഭയപ്പെട്ട് നിന്റെ സന്നിധിയിൽ ഏറ്റവും താഴ്മയും വിനയമുള്ളവരായി ചെയ്യുവാൻ, നിന്റെ വചനങ്ങൾക്കനുസരിച്ച് ചെയ്യുവാൻ നിന്റെ മക്കളെ സഹായിക്കുമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവരുടെ കുടുംബജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും രോഗപ്രയാസങ്ങൾക്ക് സൗഖ്യം നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, നീ വാദം ക്ഷണിക്കപ്പെട്ട എല്ലാവരും നിർത്തരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, തുടർന്ന് ഞങ്ങൾ ഭക്ഷിക്കാൻ പോകുന്ന ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വിരുന്നിനെ അവിടുന്ന് വാഴ്ത്തണമേ, അതിൻ്റെ മുഖാന്തരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഭക്ഷിച്ച് ബലം പ്രാപിച്ച് തിരുനാമത്തിന് വേണ്ടി ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന കേൾക്കുമാറാകണമേ. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കഴിച്ച് സ്വതന്ത്രത്തോടെ എഴുന്നേൽക്കാം. പരസ്യമായി സമ്മാനം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ മുമ്പോട്ട് വന്ന് സമ്മാനം കൊടുക്കുവാനും ആശംസകൾ പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് ആശംസകൾ അറിയിക്കുവാനും ഉള്ള അവസരമുണ്ട്.